ഹലോ ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി അല്ല, കുറച്ച് ബിരിയാണി എന്നും പറയാം, ചെറിയ ഫ്രൈഡ് റൈസ്. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി റൈസ് ഇരിപ്പുണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഇരിപ്പുണ്ട്, വേറെ എന്തോടി മേടിച്ചല്ലോ, വേറെ എന്നാ മേടിച്ചേ, കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് ഇച്ചിരി എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ മുട്ട പുഴുങ്ങിയതും അങ്ങനെ ചെറിയൊരിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി നാൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു മാസം 1.5 മാസം ആവണം. അപ്പം നമ്മൾ ബിരിയാണി ഇപ്പോൾ ഒന്നും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ദ്രിജിപ്പോൾ ജിമ്മിൽ പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേനും സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. വിശന്നായിരിക്കും വരുന്ന പാവം. രാവിലെ തൊട്ട് നല്ല വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വർക്ക് കുറവാണ്, എനിക്ക് ഒന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവന് നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വരുമ്പോൾ എന്തെങ്കിലും അവന് കഴിക്കാനൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ വന്നൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി തണ്ണിമത്തൻ അവന് ജിമ്മിൽ പോണക്കാളുമ്പോൾ ഇച്ചിരി തണ്ണിമത്തൻ അവൻ കഴിച്ച് ഇത് അരിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്ലിങ്കറ്റിൽ നിന്ന് സാധനമൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പോണക്കാളൊന്നും അടുക്കളയിൽ പോകുമ്പോൾ അതിൽ വലിയ പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകാൻ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെയും ഇപ്പോൾ തണ്ണിമത്തം കഴിച്ചതിൻ്റെയും അല്ലാതെ രാവിലത്തെ ഉണ്ട് കണ്ടോ. ഇന്ന് ഭയങ്കര ഇതായിട്ടാണ് കിടക്കുന്നത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. 3 മുട്ട പുഴുങ്ങാൻ വെച്ചു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ അവൻ ഉണ്ടാക്കിയ ചോറുണ്ടാക്കിയ കുക്കറ്, ചായയുടെ പാത്രം, കഴിച്ചിട്ട് പോയ പാത്രം, പിന്നെ അങ്ങനെ 2 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാം. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് കഴിച്ചതൊക്കെയാണ്. അപ്പോൾ കുറച്ച് പാത്രമേ ഉള്ളൂ. നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ചതുകൊണ്ടാണ് ഒത്തിരി പാത്രമായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ അവിടെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി. പിന്നെ എൻ്റെ ഫോണിലെടുക്കുന്ന കാരണമാണ് ഇത്ര ക്ലാരിറ്റി കുറവ്. ദ്രിജിയുടെ ഫോണിലോട്ട് പോയില്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഫോണിൽ തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. അത് കാരണം ഞാൻ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ സ്റ്റാൻഡാണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് പിന്നെ വേറെ നിവർത്തിയില്ല, ഞാൻ എൻ്റെ റിംഗ് ലൈറ്റൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് ആദ്യമായിട്ട് കാണുകയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം, എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണം. പിന്നെ ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ നോക്കുന്നുണ്ട്. പരമാവധി ഞാൻ ഇടാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് അരി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ അകത്താണ് വയ്ക്കുന്നത്. ഒരു ഗ്ലാസ് അരി മതി നമുക്ക്. 1.25 എടുത്തു. നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. രണ്ട് പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് ധാരാളം. ഞങ്ങൾ പ്രാവശ്യം അന്ന് പോയിട്ട് മേടിച്ച കത്തി, ഈ കത്തി കൊണ്ടാണ് നമ്മുടെ പരിപാടി ഫുള്ള്. ഇതാവുമ്പോഴേക്കും
ഇവിടുത്തെ ചൂടിൻ്റെ കണ്ടോ വേർത്ത് ഒഴിച്ച് കഴുകി. ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ, നിൽക്കാൻ കൂടി പറ്റില്ലാത്ത ചൂടാണ്. ഇപ്പം നമ്മുടെ മഞ്ഞപ്പൊടി വെള്ളം കലക്കി വെച്ചാണ്, അത് കുറച്ചുകൂടി ആവാനുണ്ട്. ഇത് നമ്മുടെ മുട്ട, ഇത് ഞാൻ സവോളയും എണ്ണയിൽ സവോള വാട്ടി ഉപ്പൊക്കെ ഇട്ട്, പിന്നെ നമ്മുടെ എന്താ ഇട്ടിട്ടില്ല, സവോള മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ പൊടികൾ സാധനങ്ങളെല്ലാം ഇട്ട് മുട്ടയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. വേർത്തിട്ട് ഒഴുകൂടെ വേർത്ത് അതാവട്ടെ. അപ്പം തന്നെ നമുക്ക് അപ്പുറത്തേക്ക് ഫാൻ്റെ അടി പോയി നിൽക്കുക, ഫാൻ്റെ അടിയിൽ. ആവട്ടെ. അപ്പം നമ്മുടെ ചോറ് ഏകദേശം സെറ്റായി. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതൊഴിക്കാം. ഇതങ്ങനെ ഇതൊക്കെയുള്ള ഈ മല്ലിച്ചപ്പൊടി അങ്ങനെ ഇടാം. ഇനി നമുക്ക് ചേട്ടായി വന്നിട്ട് തുറക്കാം. അങ്ങനെ ദ്രിജിത്ത് ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. വെയിറ്റ് വെച്ചുട്ടോ, വെയിറ്റ് വെച്ചു. 150 വേറെ വല്ല പെണ്ണുങ്ങളെ പോയി കെട്ടിക്കോ. 150. കമ്മല് മാലയൊക്കെ ഊരി വെച്ചു. സൺസ്ക്രീൻ തൂക്കണോണ്ടാന്ന് തോന്നുന്നു, മുഖത്തിനൊന്നും വലിയ കുഴപ്പമില്ല. ത്രിജിയുടെ മസിലടിച്ച് തവള തുക്കാടി കാണിച്ചെടുക്കുക. ചുമ്മാ കാണിക്ക്, ചുമ്മാ കാണിച്ചേ ആയിക്കോട്ടെ, ഇച്ചിരി ചുമ്മാ കാണിച്ചേ. ആ എനിക്ക് ചൂടിപ്പൊരു വന്നേക്കണുണ്ടോ, കയ്യിലെ കാണാത്തവിടെ. ഈ ഡ്രസ്സൊക്കെ മാറി മേലായിട്ട് വരുവാണെങ്കിൽ പോവാ, നമുക്ക് കഴിക്കാം. പുറത്ത് ബാത്റൂമില്ല. ചൂടുകൂരിൻ്റെ നല്ല ഇതുണ്ട് കേട്ടോ, കാരണം പറ്റില്ല, ചൂട് എനിക്ക് ഒട്ടും പറ്റില്ല. കറണ്ട് ബില്ല് കയറുമ്പോൾ ത്രിച്ചിയുടെ സാലറി തോന്നും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ആ ഇത് തൂത്ത് തുടങ്ങിയ പിന്നെ എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്ന് നിങ്ങൾ കണ്ടപ്പോൾ. എൻ്റെ മുഖം കണ്ടോ, നല്ല മാറ്റമുണ്ട്. പിന്നെ അത് മാത്രമല്ല കളറും വെക്കുന്നുണ്ട്. കുരുക്കളൊന്നും അങ്ങനെ ഇല്ല. ഇതൊക്കെ കുരുക്കളൊക്കെ വന്ന് പൊട്ടിപ്പോയിട്ട് പാടായിട്ട് നിറച്ചൊരു പാടായിരുന്നു. ഞാൻ അതൊക്കെ ഇട്ട് യൂസ് ചെയ്യണ കാരണം എല്ലാം നന്നായി കുറഞ്ഞ്. ഈ പുള്ളിക്കുത്തുകളില്ലേ, ഇതൊന്നും പോകില്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. പിന്നെ ഇത് ഇവിടെ ഇപ്പം ഇങ്ങനെ വന്നേക്കുന്നുണ്ട്, ഇങ്ങനെ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നേരെ പിടിച്ച്. ഇത് ഞാൻ രക്തചന്ദനം തൂത്ത് 1-2 ആഴ്ച തൂത്തപ്പം എൻ്റെ അത് മാഞ്ഞുപോയി. ഇവിടുത്തെ മാഞ്ഞുപോയി, ഇവിടുത്തെ പോയില്ല. എന്നുവെച്ചാൽ പിന്നെ ഞാൻ തൂക്കൽ എനിക്ക് സമയം കിട്ടിയില്ല, അത് കാരണം അങ്ങനെ നിന്നു. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണ കാണാം. അത് രുചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ശരിക്ക് അതേ നമ്മുടെ കണ്ട ഇപ്പം എൻ്റെ മുട്ടയുടെ കറിയുടെ കളറൊക്കെ കണ്ടോ. ഇത് തുറന്ന് കാണിച്ചു തരാം. തുറന്നിടാ പതുക്കെ. അങ്ങനെ ബസുമതി ബിരിയാണി അരി ഇപ്പോൾ നമുക്ക് ഇത് പിടിച്ചേത് ഫ്രഷ് എഗ് ബിരിയാണി ആയിട്ട് മാറിയിരിക്കുന്നു.
ചിന്നു ഇത് സപ്ലൈ ചെയ്യാൻ പോകണ്ടോ? ചിന്നു ആസ് എ സ്മൈൽ പ്ലീസ്. പിക്ക് വൺ പിക്ക്. യെസ്. അത് പിന്നെ ഞങ്ങളുടെ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും കാണാവുന്ന സാധനം തന്നെയാണ്, പഠിക്കേണ്ട. ആ ചെയറും ഡ്രസ്സും അത് ഇറക്കിയ വെച്ചത് തന്നെയാണ് കേട്ടോ. അതെ, അയ്യോ അത് പുതിയ രസമുണ്ടല്ലേ ഏമായിട്ട. അപ്പോൾ ഇതാ ചിന്നു ഇത് മഞ്ഞയും വെള്ളയും ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കി വിളമ്പാൻ പോകുന്നത് കേട്ടോ. ആ തൽക്കാലത്തേക്ക് അത് മതി. ആ ബാക്കി വേണം നമുക്ക് വിളമ്പാം. ക്യാമറ അങ്ങോട്ടും തിരിയുന്നുണ്ടോ തോന്നരുത് കേട്ടോ, ഞാൻ ഫോട്ടോയ്ക്ക് നോക്കുകയാണ്. ഓക്കെ, ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞോ, സൗണ്ട് കൂട്ടി പറയാം. മുട്ടയുടെ ഗ്രേവി ഇടുവാണ്. 3 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നമ്മൾ ഗ്രേവി ഉണ്ടായി. ഓക്കെ ബസ്. ആ മാറ്റത് എവിടെ തൂക്കിയിട്. അതെന്താ ബാത്റൂമിൽ നിന്ന് എടുത്തോണ്ട് വന്നേ? ആ എന്നാ കഴിക്ക്. അടിച്ചു വെക്ക ചൂടുപാട്. അപ്പൊ ത്രിജിയുടെ കുപ്പിയുണ്ട, കഴിക്ക് ത്രിജി. എങ്ങനെയുണ്ട്? അത് നമ്മളൊന്നും ഇട്ടിട്ടില്ല ആകെ. കഴിക്ക്. കുറ്റം പാടിച്ചാണ്ട് കുറ്റം പറയാനുള്ളത് വേവ് കൂടിപ്പോയി, കുറ്റാണ് വെള്ളം കൂടിപ്പോയി, അത് കുറ്റാണ്. ഓക്കെ ക്യാമറ എടുത്താൽ പോലെ. സമയം 11 കഴിഞ്ഞു. 11 മണിയാവാനായി. ഞാനുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇത് ചിന്നു നാളത്തേക്കുള്ളത് ഉണ്ടാക്കാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് എന്നും വീഡിയോസ് ഇടാനായിട്ട് പറ്റില്ല. ഒന്നരാടം മാക്സിമം നോക്കാം. ആ ലോങ് വീഡിയോ ഒന്നരാടം നോക്കാം. മറ്റേ ഷോർട്ട് വീഡിയോസ് ഡെയിലി ഓരോന്നായിട്ട് അങ്ങനെ നോക്കാൻ. ഈ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് തിരക്കാണ്. ഇവന് കിട്ടുന്നില്ല എനിക്ക് വീഡിയോസ് എടുക്കാൻ. അതാണ്. പിന്നെ ഞാൻ മാക്സിമം ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ആയിരിക്കും. ഞാൻ അത്യാവശ്യം 7 മണി 7:30 ഇറങ്ങുന്ന കുറച്ചേക്ക് വർക്കുണ്ട്. രാവിലെ പിന്നെ പോയാൽ അതിനൊക്കെ എഴുത്തുമ്പത്തിന് അതിനുമുണ്ട്. എടുക്കും പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.